നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാന വനംവകുപ്പിൽ 11 ഉദ്യോഗസ്ഥർക്ക് IFS പട്ടിക പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ടെലഗ്രാം ആപ്പ് നിരോധിക്കാനുള്ള നീക്കവുമായി കേന്ദ്രം. സൈബർ കോർഡിനേറ്റർ സെന്ററും IT മന്ത്രാലയവും ആപ്പിനെതിരെ അന്വേഷണം ആരംഭിച്ചു. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കുന്ന ആശങ്കയിലാണ് അന്വേഷണം. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്ന് 2 മുതൽ വൈകിട്ട് 6:30 വരെയും നാളെ രാവിലെ 7:30 മുതൽ 11:30 വരെയുമാണ് നിയന്ത്രണം. കൊച്ചി വിമാനത്താവളത്തിൽ പുതിയ എയറോ ലോഞ്ച് നാളെ തുറക്കും. 41 മുറികൾ, കോൺഫറൻസ് ഹാളുകൾ, ജിം, ലൈബ്രറി, സ്പാ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാകും. യാത്രക്കാർക്കും സന്ദർശകർക്കും ഉപയോഗിക്കാം. കൊച്ചിയിൽ നടിയുടെ പരാതിയിൽ മുകേഷ് MLA, നടൻ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. സുരേഷ് ഗോപിയുടെ പരാതിയിൽ 3 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. കേന്ദ്രമന്ത്രിയുടെ വഴി തടഞ്ഞെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന പരാതിയിലുമാണ് നടപടി. BNS ആക്ട് പ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ. ആനടിക്കാപ്പ്, സൂചിപ്പാറ മേഖലയിലാണ് പ്രത്യേക തിരച്ചിൽ. കേന്ദ്ര സംഘം ഇന്നും വയനാട്ടിൽ സന്ദർശനം നടത്തും. വിലങ്ങാട് ഉരുൾപൊട്ടൽ നിയമസഭാ പരിസ്ഥിതി സമിതി ഇന്ന് ദുരന്തമേഖല സന്ദർശിക്കും. പരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ശേഖരിക്കും. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക സർവകക്ഷി യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് ഓൺലൈനായാണ് യോഗം ചേരുന്നത്. KSRTC പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എല്ലാ മാസവും കൃത്യമായി KSRTC പെൻഷൻ വിതരണം നടത്തണമെന്ന ഉത്തരവ് പാലിക്കാത്തതിൽ വിരമിച്ച ജീവനക്കാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പെൻഷൻ വിതരണത്തിന്റെ നടപടികൾ സർക്കാരും KSRTCയും കോടതിയെ ഇന്ന് അറിയിച്ചേക്കും. വിചിത്ര ഉത്തരവ് പുറത്തിറക്കി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ക്വാറി പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റിക്ക് നിർദ്ദേശം. കമ്മീഷന്റെ ഇടപെടൽ അധികാരപരിധിയുടെ ലംഘനമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ ക്വാറി തുടങ്ങാനുള്ള അനുമതിയും ന്യൂനപക്ഷ അവകാശങ്ങളിൽ ഉൾപ്പെടുമെന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ ഉത്തരവ് വിവാദമാകുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളുടെ ക്വാറിക്ക് അനുമതി നൽകാൻ പരിസ്ഥിതിക ആഘാത സമിതിക്ക് നിർദ്ദേശം നൽകിയതാണ് വിവാദമായത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1, 2 തീയതികളിലാണ് വിവിധ സംഘപരിവാർ സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന സമന്വയ ബൈഠക്ക്. കേരളത്തിൽ ആദ്യമായാണ് അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കുന്നത്. മറ്റ് നവോത്ഥാന നായകന്മാർക്ക് നൽകിയ സ്ഥാനം സാംസ്കാരിക കേരളം അയ്യങ്കാളിക്ക് നൽകിയിട്ടില്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നയപരമായ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും കേരള സർക്കാർ പട്ടികജാതിക്കാരെ അകറ്റി നിർത്തിയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചെന്ന കേസിൽ DMK MP S. ജഗത്രക്ഷന് 908 കോടി രൂപ പിഴ ചുമത്തി. 2020 സെപ്റ്റംബറിൽ 89.19 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായും ED അറിയിച്ചു. MPയുടെയും കുടുംബാംഗങ്ങളുടെയും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യവസായിയുടെ പരാതിയിലായിരുന്നു ED കേസെടുത്തത്.
വിശാഖപട്ടണം കപ്പൽശാലയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി പാക് ചാരവനിതയ്ക്ക് കൈമാറിയ കേസിൽ NIA കൊച്ചി കപ്പൽശാലയിലെ കരാർ ജീവനക്കാരായ 3 മലയാളികളെ കസ്റ്റഡിയിലെടുത്തു. MBR ക്യാൻസർ സെന്ററും ISOയും സംയുക്തമായി നടത്തുന്ന അന്താരാഷ്ട്ര സെമിനാർ കാൻകോൺ 2024 MBR ക്യാൻസർ സെന്ററിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ചികിത്സാ രീതികളെക്കുറിച്ചും ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കും. ഓഗസ്റ്റ് 16 വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചു തുടങ്ങി. ISROയുടെ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ EOS-8 ഉപഗ്രഹം അയച്ച വിവരങ്ങൾ വിശകലനം ചെയ്തു. ISRO സ്വന്തമായി തയ്യാറാക്കിയ അൽഗോരിതവും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് വിശകലനം നടത്തിയത്. ആലപ്പുഴ ബൈപ്പാസ് റോഡിൽ കളർകോട് ജംഗ്ഷനിൽ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. കൊല്ലം കൊട്ടിയം സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. കമ്പി കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടം രാവിലെ 6 മണിയോടെ. ഓൺലൈൻ തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ മോഷ്ടിച്ച പ്രതിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഗുജറാത്തിൽ നിന്നും പിടികൂടി. അഹമ്മദാബാദ് സ്വദേശി വിജയ് സോൻകാറിനെയാണ് എറണാകുളം റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആലുവ സ്വദേശിനിയിൽ നിന്നും 1.2 കോടി ഓൺലൈൻ ഇടപാടിലൂടെ തട്ടിയെടുക്കുകയായിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് 10 വർഷത്തിനിടെയുണ്ടായ കാട്ടാനകളുടെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി. ചീഫ് വൈൽഡ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നേതൃത്വം വഹിക്കും. 1 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകും. കാട്ടാനകളുടെ അസ്വാഭാവിക മരണം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമാകാറായിട്ടും വയനാട് മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടം പ്രവർത്തനക്ഷമമായില്ല. 7 നില കെട്ടിടത്തിന്റെ 2 നിലകൾ മാത്രമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പണി പൂർത്തിയാകാത്തതിനാൽ പ്രധാന വാതിൽ ഇന്നും അടഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും കാര്യക്ഷമമായ ഇടപെടൽ നടത്താതെ സർക്കാർ. വിവിധ വകുപ്പുകൾ ചേർന്ന് രൂപീകരിച്ച കർമ്മപദ്ധതി ഫലം കാണുന്നില്ലെന്ന വിമർശനം. തെരുവുനായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകാനുള്ള കോർപ്പറേഷന്റെ പദ്ധതി മുടങ്ങിയിട്ട് 4 മാസം. ബിരിയാണി ചലഞ്ചിൽ ഭക്ഷ്യവിഷബാധ. കൊടുങ്ങല്ലൂർ AIF നടത്തിയ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. നിരവധി പേർ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ ലോക മലേശ്വരം കമ്മിറ്റി ഭാഗമായി വീടുകളിൽ ഉൾപ്പെടെ ബിരിയാണി നൽകിയിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റും ഒരു സംഘവും മർദ്ദിച്ചെന്ന ആരോപണമായി തൊഴിലാളി സംഘടനാ യുവ നേതാവ് രംഗത്ത്. ശാസ്ത്രനട JLP എസ്റ്റേറ്റിലെ തങ്കരാജിനാണ് മർദ്ദനമേറ്റത്. യൂണിയനുള്ളിലെ കുടിപ്പകയാണ് ആക്രമണത്തിലേക്ക് എത്തിയതെന്നാണ് നിഗമനം. സാരമായി പരിക്കേറ്റ തങ്കരാജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രാജമാട്ടുകാരൻ ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തമിഴ്നാടൻ അർജുൻ, നിക്കി ഗൽറാണി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വിരുന്ന ഇന്ന് തിയേറ്ററുകളിലെത്തുന്നു. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ ഗിരീഷ് നെയ്യാർ, മുകേഷ്, ബൈജു സന്തോഷ്, അജു വർഗീസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. നെയ്യാർ ഫിലിംസിന്റെ ബാനറിൽ ഗിരീഷ് നെയ്യാറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും കരുത്തായി PT ഉഷ MP. ഭിന്നശേഷി വിഭാഗങ്ങൾക്കും മുതിർന്നവർക്കുമായി 50 ലക്ഷത്തിലധികം രൂപ സഹായ ഉപകരണങ്ങൾ MP വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാർ ദിവ്യാംഗർക്കൊപ്പം ഒപ്പമുണ്ടെന്ന് MP പറഞ്ഞു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ കായിക പാരമ്പര്യം ആഘോഷിക്കുന്നതിനും ഇന്ത്യൻ കായിക പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് ഈ ദിനം. ശാരീരിക വെല്ലുവിളികൾ നേടുന്നവരുടെ വിശ്വ കായികമേളയായ പാരാലിമ്പിക്സിന്റെ 17ാം പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാരാലിമ്പിക്സ് തുടക്കമായതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതാദ്യമായാണ് പാരീസ് പാരാലിമ്പിക്സിന് വേദിയാകുന്നത്. ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാ അത്ലറ്റുകളായ സുമിത് ആൻഡിലും ഭാഗ്യശ്രീ യാദവും ഇന്ത്യൻ പതാകയേന്തി.
ലക്നൗ സൂപ്പർ ജയൻസിന്റെ മുഖ്യ ഉപദേഷ്ടാവായി സഹീർ ഖാനെ നിയമിച്ചു. സമൂഹമാധ്യമത്തിലൂടെ ലക്നൗ സൂപ്പർ ജയൻസാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 100-ലധികം IPL മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു. 18-അംഗ പുരുഷ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റനായി തുടരുന്ന ടീമിൽ വിവേക് സാഗർ പ്രസാദാണ് വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള മുൻനിര ഏഷ്യൻ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 8 മുതൽ 17 വരെ ചൈനയിലാണ് ടൂർണമെന്റ് നടക്കുക. ടെസ്റ്റ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ താരങ്ങൾ. സൂപ്പർ താരം വിരാട് കോഹ്ലി, ഓപ്പണർ യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് റാങ്കിങ്ങിൽ മുന്നേറ്റമുണ്ടാക്കിയത്. ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ വിരാട് കോഹ്ലി 8-ാം സ്ഥാനത്തും ജയ്സ്വാൾ 7-ാം സ്ഥാനത്തുമെത്തി. ഇംഗ്ലണ്ട് താരം ജോ റൂട്ടാണ് ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ഒന്നാമത്. യുവന്റസ് താരം KSA ഇംഗ്ലീഷ് ക്ലബ് ലിവർപൂൾ സ്വന്തമാക്കി. 13 ബില്യൺ നൽകിയാണ് താരത്തെ ലിവർപൂൾ സ്വന്തമാക്കിയത്. അടുത്ത മത്സരം മുതൽ താരം ലിവർപൂൾ സ്ക്വാഡിൽ ഉണ്ടാകും. ബാഴ്സലോണയുമായി KSA ചർച്ചകൾ നടത്തിയെങ്കിലും താരത്തെ അവസാന നിമിഷം ലിവർപൂൾ സ്വന്തമാക്കുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരളയുടെ തിരുവനന്തപുരത്തെ ഫ്രാഞ്ചൈസിയായ തിരുവനന്തപുരം കൊമ്പൻസ് FC-യുടെ സ്ക്വാഡിനെ അവതരിപ്പിച്ചു. ബ്രസീലിൽ നിന്നുള്ള സെർജിയോ അലക്സാൻഡ്രോ ആണ് കൊമ്പൻസിന്റെ പരിശീലകൻ. കൂടാതെ ബ്രസീലിൽ നിന്നുള്ള 6 താരങ്ങളും തലസ്ഥാനത്തെ ടീമിനായി ബൂട്ടുകെട്ടും. ദുബായ് മെട്രോയുടെ വിവിധ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് 4 പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കുന്നു. ഇതോടൊപ്പം ഒരു ഇന്റർസിറ്റി റൂട്ട് ഉൾപ്പെടെ ആരംഭിക്കാനും മറ്റ് നിരവധി റൂട്ടുകളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും റോഡ് ഗതാഗത അതോറിറ്റിയുടെ തീരുമാനം. ഇതിലൂടെ പൊതുഗതാഗത യാത്രാനുഭവങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. കുവൈറ്റിൽ പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷം നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 4650 പേർ പിടിയിലായി. രാജ്യത്ത് അനധികൃതമായി തുടരുന്നവരെ കണ്ടെത്തി നാടുകടത്താനുള്ള സുരക്ഷാ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി രാജ്യാന്തര സഹകരണം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട ഇന്റർപോൾ യങ് ഗ്ലോബൽ പോലീസ് ലീഡേഴ്സ് പ്രോഗ്രാമിന്റെ 4ാം പതിപ്പിന് ദുബായിൽ തുടക്കം. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പോലീസിംഗ് പ്രമേയത്തിൽ ഇന്റർപോളുമായി സഹകരിച്ചാണ് ദുബായ് പോലീസ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒമാനിൽ തിങ്കളാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ 4 ഇന്ത്യക്കാർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മരിച്ചത് കർണാടക റൈച്ചൂർ സ്വദേശികൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ട്രെയിലറിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ അടുത്ത മാസം അബുദാബി നഗരത്തിൽ ഓടിത്തുടങ്ങും. ഹരിത പൊതുഗതാഗത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തലസ്ഥാന നഗരിയിൽ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുകയെന്ന് സംയോജിത ഗതാഗത കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഉത്സവ വിപണി ലക്ഷ്യമാക്കിയുള്ള താൽക്കാലിക വാണിജ്യമേളകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വാണിജ്യമേളകൾ പരമാവധി ഒരാഴ്ചയിൽ കൂടുതൽ അനുമതി നൽകരുതെന്നാണ് ആവശ്യം. വൻ വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന മേളകൾ സാധാരണ കച്ചവടക്കാർക്ക് ഭീഷണി ഉയർത്തുമെന്നും വ്യാപാരി വ്യവസായ സമിതി ആരോപിച്ചു.